മതിയായി, എല്ലാം മതിയായി. റിയൽമി 12 Pro സീരീസോടുകൂടെ ഏറെക്കുറെ എല്ലാം മതിയായി. ഇത്ര നാൾ നമ്മൾ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന സീരീസ് ഫോൺസ് എന്ന് പറയുന്നത് റെഡ്മിയുടെ നോട്ട് സീരീസും റിയൽമി 12 Pro സീരീസാണ്. പലരും പറയും ഐഫോൺ ആണ്, S20 സീരീസിൽ അൾട്രയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ബഡ്ജറ്റ് ഓറിയൻറ്റഡ് കാറ്റഗറിയിൽ നല്ലൊരു പ്രൈസിൽ കിടിലൻ സ്പെസിഫിക്കേഷനായിട്ട് വരുന്ന ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ, രണ്ട് ബ്രാൻഡ് എന്ന രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഈ രണ്ട് ഫോൺസിനാണ്. ഈ വർഷത്തോടു കൂടെ അതിനൊരു തീരുമാനമായി, വളരെ സന്തോഷം. ഇനി അങ്ങനൊരു സമ്പ്രദായം ഇല്ലെന്നുള്ളത് മനസ്സിലായി. അതായത് പ്രൈസ് എന്ന് പറഞ്ഞ ഫോൺ ഇറക്കുന്നുണ്ട്, പ്രൈസ് എന്ന് പറഞ്ഞ ആ ഒരു ഘടകം ഇനി ഇല്ല. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് ഇനി ഒന്നുമില്ല ഒരു വർഷത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം എക്സൈറ്റ്മെന്റ് ആയ രണ്ട് ഫോണാണ്, ഒന്ന് Neo 7 Proയും അത് ഞാൻ എടുത്തു, Edge 40 Neo അത് നല്ല ഫോണായിരുന്നു. ഓക്കെ, പിന്നെ ബാക്കി പോപ്പുലർ ഫോൺസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊരു പ്രത്യേക പ്രൈസ് കൂടെ വരുമ്പോഴാണ് നമുക്ക് ഒന്ന് മുഖം തെളിയുന്നത്. ഇത് പക്ഷേ എന്നെ പറയണമെന്നറിയത്തില്ല, രണ്ടുപേരും ഒരേ ട്രാക്കിലാണ് പോകുന്നത്. റെഡ്മിയുടെ ട്രാക്ക് മാറുന്നതിന് നമുക്കൊരു കാരണമുണ്ട്. റിയൽമിയുടെ കുറെ നാളായിട്ട് ട്രാക്കേ തെറ്റിക്കിടക്കുകയാണ്. പിന്നെ ഈ ട്രാക്കിനകത്തുണ്ടായിരുന്ന മാധവണ്ണൻ ഇപ്പോൾ ട്രാക്കിൽ നിന്ന് ഇറങ്ങി വേറെ ട്രാക്കിൽ കയറിയിട്ട് അവിടെ ഇരുന്ന് വാൽനട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെമ്പേർഡ് ഗ്ലാസ് കൊല്ലണമെന്നൊക്കെ പറഞ്ഞ് RIP ടെമ്പേർഡ് ഗ്ലാസും വെച്ച് എന്താ പറയുക, ശവോടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറയാനെന്ന് അതങ്ങനെ. എനിവേ നമുക്ക് തുടങ്ങാം. റിയൽമി 12 Pro സീരീസാണ്. 12 Proയും 12 Pro Plusഉം ഫുൾ ഫോണിൻ്റെ എല്ലാ സെറ്റപ്പും വന്നു, പ്രൈസ് ഉൾപ്പെടെ വന്നു. വളരെ ശോകം, അത് ആദ്യമേ പറയുന്നു. ആദ്യമായിട്ട് നമുക്ക് റിയൽമി 12 Pro Plusനെ പറ്റി സംസാരിക്കാം. ഈ ഒരു ഫോൺ നമുക്ക് ഡിസൈനായിട്ട് ലഭിക്കുന്നത് ഏതോ ഒരു ലക്ഷറി വാച്ചിൻ്റെ ഡിസൈനാണെന്നാണ് അവർ പറയുന്നത്. റോളക്സ് ആണോ എന്തോ ലക്ഷറി വാച്ച് ഡിസൈൻ എന്നാണ് പറയുന്നത്. അതെ, ഡിസൈനിൽ വളരെയേറെ കാശ് മുടക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളിടത്ത് മുടക്കത്തില്ല, അനാവശ്യമുള്ളിടത്ത് മുടക്കും. ശരിയായിരിക്കും, കുറേ ആൾക്കാർക്ക് ഡിസൈനിൽ ഇഷ്ടപ്പെടും. പക്ഷേ ഐ എം നോട്ട് എ ഫാൻ ഓഫ് ഡിസൈൻ. സോ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ്. ഡിസൈൻ കൊള്ളാം, പക്ഷേ ഇതിങ്ങനെ വാച്ചിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടാക്കേണ്ട വലിയ കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കൊള്ളാം. IP65 റേറ്റിംഗ് ഉണ്ട്, വാട്ടർ റെസിസ്റ്റൻറ്റ് റേറ്റിംഗ് ഉണ്ട്. ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. കർവ്ഡ് AMOLED ആണ്. ഇത് 10-bit ഡിസ്പ്ലേ ആണ്. 915 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. സോ ഡിസ്പ്ലേ ഓവറോൾ അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കർവ്ഡ് ആണ്, ഫുൾ HD+ റെസൊല്യൂഷൻ ആണ്. സോ കൂടുതൽ അതിനകത്തൊന്നും പറയാനില്ല. കർവ്ഡ് ഡിസ്പ്ലേ രണ്ട് ഫോണിലും ഉണ്ട്. മറ്റേ വീഡിയോയ്ക്ക് ശേഷം കർവ്ഡിൻ്റെ പെർസ്പെക്റ്റീവ് എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മൾ അതിനകത്ത് കാര്യമായിട്ട് പറഞ്ഞെങ്കിലും ആൾക്കാർക്ക് കർവ്ഡ് താല്പര്യമുണ്ട്. സോ കർവ്ഡ് എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് താല്പര്യം ഇല്ലെങ്കിലും ബാക്കി കുറേ പേര് നോക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കർവ്ഡ് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാവാം കുറേ യൂസേഴ്സിന്. എനിവേ ഡിസ്പ്ലേസ് ഓക്കെ, താഴെ വിടാൻ നോക്കാം, അത്ര പറയുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റ് ആണ്. Qualcomm Snapdragon 7s Gen 2 ചിപ്സെറ്റ് ആണ്. റെഡ്മി 7s Gen 2 ആണെങ്കിൽ റിയൽമി 7s Gen 2 ആണ് കൺഫേം. സോ ഒരു മാറ്റവും ഇല്ല. 7s Gen 2 അറിയാമെന്ന് വിശ്വസിക്കുന്നു. 778G+ന്റെ ചേട്ടനാണ്. ഓൾറെഡി നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. കൂടുതലൊന്നും പറയാനില്ല. 4 nanometer ചിപ്സെറ്റ് ആണ്. LPDDR4X ആണ് ഇവിടെ ഉള്ളത്, വളരെ മോശം. ഈ ഒരു ഫോണിന്റെ പ്രൈസ് 30,000 രൂപയാണ് കറക്റ്റ് ബേസ് വേരിയന്റ്. 30,000 രൂപയുടെ ഫോണിൽ LPDDR4X വളരെ 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 മോശം. ഈ ഒരു 2,000 രൂപയുടെ 2,000 എന്തിനുണ്ട്, ഈ പ്രൈസ് Neo 7 Pro ഉണ്ട്, അങ്ങ് എടുത്തോ, ഇപ്പോഴേ പറഞ്ഞേക്കുക. LPDDR5 കൊണ്ടാണ്. പിന്നെ 8+ Gen 1 ചിപ്സെറ്റ് എനിക്കിപ്പോഴും അതിശയമാണ്. ഈ ഫോണൊക്കെ എങ്ങനെ 30 കൊണ്ട് വെക്കും? ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ വന്ന് പറയും ഫീച്ചേഴ്സ് ഉണ്ട് ബ്രോ. എന്ത് ഫീച്ചേഴ്സ്? കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഫീച്ചർ, ഐ ഡോണ്ട് നോ. എനിവേ UFS 3.1 ഉണ്ട്. സോ പെർഫോമൻസ് കാറ്റഗറി ഇങ്ങനെയാണ്. എനിക്ക് വലിയ സന്തോഷമില്ല, കാരണം നിങ്ങൾ തന്നെ പ്രൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും. കാരണം നമ്മൾ ഈ 3-4 വർഷം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സങ്കടം വരുന്നത്. പെട്ടെന്ന് ഒരാൾ ടെക്കിലേക്ക് കയറുമ്പോൾ കൊള്ളാലോ എന്നൊക്കെ വെക്കും. പക്ഷെ നമ്മൾ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഈ സെയിം സ്പെസിഫിക്കേഷനുള്ള ഫോൺ 19,000-നാണ് റിലീസെന്ന് ഉള്ള സെറ്റപ്പ് കണ്ടിട്ടുകൊണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ കിളി പോകും. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. 50 മെഗാപിക്സലിൻ്റെ സോണിയുടെ IMX890 സെൻസറാണ് വിത്ത് OS, 8 മെഗാപിക്സൽ അൾട്രാവൈഡും 64 മെഗാപിക്സലിൻ്റെ ഒമ്നി വിഷൻ്റെ പെരിസ്കോപ്പ് ലെൻസാണ്. 3x സൂം ഉള്ളതാണ്, ഒപ്റ്റിക്കൽ സൂം ഉള്ളതാണ്. പോർട്രേറ്റ് ലെൻസാണ്. സോ പെരിസ്കോപ്പിലേക്ക് വരികയാണെങ്കിൽ ഒരു ആദ്യമായിട്ട് ആ ഒരു റേറ്റിൽ വരുന്നതെന്ന് വേണം പറയാം. S21 ഇഫി അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി പെരിസ്കോപ്പ് വെച്ച്. എന്നാലും ഇതുണ്ട് എന്ന് വേണം പറയാം. 3x ഒപ്റ്റിക്കൽ സൂം ഫൈൻ. ഒമ്നി വിഷൻ്റെ ആണ്. പ്രൈമറി ക്യാമറ ഓൾസോ സോണിയുടെ ആണ്, നല്ലതാണ്. പക്ഷേ എല്ലാ സെറ്റപ്പ് വെച്ചേക്കുന്നത് 7s Gen 2-നകത്താണ്. അതാണ് ഒരു വ്യത്യാസം. പക്ഷേ ഇതിൻ്റെ ട്യൂണിങ് വലിയ കുഴപ്പമില്ലെന്ന് കേൾക്കുന്നു. പക്ഷേ എന്നാലും ജസ്റ്റിഫിക്കേഷൻ ആകുന്നില്ല. സോ ക്യാമറ അവർ ഹാർഡ്വെയർ വെച്ചിട്ടുണ്ട്. റെഡ്മി 200 വെച്ചതിനേലും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്തത് സോണിയുടെയാണ്. കാരണം 200 അല്ല, അറ്റ്ലീസ്റ്റ് സോണി വെച്ചിട്ട് വെറുതെ പ്രോസസ്സ് ചെയ്യാതിരുന്നാലും വലിയ കുഴപ്പമില്ലാത്ത കിട്ടും. 200 വെച്ചിട്ട് ഒന്നും പണിയാതിരുന്നു കഴിഞ്ഞാൽ വളരെ മോശം ഫോട്ടോസും കിട്ടും. അതാണ് റെഡ്മിക്ക് പറ്റിയത്. എനിക്ക് ക്യാമറ കാറ്റഗറിയിലൊന്നും പറയാനില്ല.
കുഴപ്പമില്ലായിരിക്കും. അടുത്തായിട്ട് ഈ ഒരു ഫോണിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, Wi-Fi 6 സപ്പോർട്ട് ഉണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 5.2 ഉണ്ട്, പിന്നെ ആൻഡ്രോയിഡ് 14 ആണ്, റിയൽമി UI 5 ഉള്ള ആൻഡ്രോയിഡ് 14 ആണ്. സോ എക്സ്ട്രാ ഫീച്ചേഴ്സും അത്യാവശ്യം എല്ലാം ഉണ്ട്. സോ 3.5mm ജാക്ക് ഇല്ല, അത് വേറെ കാര്യം. പിന്നെ പ്രൈസിലേക്ക് കിടക്കാം. 8GB 128GB പ്രൈസാണ് 29,999, അതായത് 30,000 രൂപ. 8GB 256GB പ്രൈസാണ് 32,000 രൂപ. 12GB 256GB പ്രൈസാണ് 34,000 രൂപ. അന്ന് റെഡ്മിക്ക് ഉള്ള വീഡിയോക്കകത്ത് ഞാൻ ഒരു ഡയലോഗ് അടിച്ചായിരുന്നു. അതായത് നോട്ട് സീരീസ്, റെഡ്മി നോട്ട് സീരീസ് 18,000 രൂപയിൽ കിടന്ന ആ ഒരു സീരീസ് 32,000 രൂപയിലായി. ഇവിടെ റിയൽമിയുടെ പറയുവാണെങ്കിൽ റിയൽമി 7 Pro 20,000 ആണ്, 6 Pro 18,000 ആണ്, 3 Pro 14,000 ആണ്. അപ്പം ഓക്കെ, നമ്മളൊരു 6 Pro വെച്ച് നോക്കുകയാണെങ്കിൽ 18,000 നിന്ന് 30,000 പ്രോ സീരീസ് ഇപ്പം നിൽക്കുന്നത്. പ്രോ പ്ലസ് ആയിക്കോട്ടെ, പ്രോ പ്ലസിന്റെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 23, 24K ആണ് 9 Pro Plus വന്നത്. അതിനേലും 6,000-7,000 ഇപ്പോൾ കൂടി. ഇതിന്റെ ഹയസ്റ്റ് വേരിയന്റ് 34,000 രൂപ. 34,000 രൂപയ്ക്ക് നിങ്ങൾ റിയൽമിയുടെ ഈ ഒരു ഫോൺ മേടിക്കൂ എന്നുള്ളതാണ് ചോദ്യം. ഓൾറെഡി GT2 Pro, GT മാസ്റ്റർ എഡിഷൻ, GT2 ഇങ്ങനെ അത്യാവശ്യം ലെജൻഡറി ഫോൺസ് ഒക്കെ ഈ കമ്പനി തന്നെയാണ് ഇറക്കിയത്. ആ കമ്പനിയാണ് കേർവ്ഡ് പെരിസ്കോപ്പ് ഈ രണ്ട് സാധനം വെച്ചതോടെ ആ ഫോണിന്റെ പ്രൈസ് അങ്ങോട്ട് കുത്തനെയാണ്. 7S Gen 2 ചിപ്സെറ്റ് 778G അല്ലാതെ ഒന്നുമല്ല, അതിൻ്റെ കുറച്ച് കൂടിയെന്നേ ഉള്ളൂ. അല്ലാതെ ക്വാൾക്കം അത് വേറെ ഉടായിപ്പ്, അതിനെപ്പറ്റി നമുക്കിപ്പോൾ പറയണ്ട. അതാണ് അവസ്ഥ. സോ ഈ ഒരു പ്രൈസ് എനിക്ക് പേഴ്സണലി താല്പര്യപ്പെട്ടിട്ടില്ല. എൻ്റെ ഫോണില്ല, പക്ഷെ ഞാൻ ഡയലോഗ് അടിക്കും. കാരണം 3-4 വർഷമായിട്ട് നമ്മൾ കാര്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിമിലർലി ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം Neo 7 Pro യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് 8+ Gen 1 പറ്റി ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ബാക്കിയുള്ള നിൽക്കുള്ളൂ എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ട്. സോ പെർഫോമൻസ് ലെവലൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ പ്രൈസ് നമുക്കപ്പം കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഇത് വെർത്തല്ല, താല്പര്യമുള്ളവർക്ക് മേടിക്കും. അടുത്തായിട്ടുള്ളതാണ്, എനിക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ പ്രതീക്ഷ തൊലഞ്ഞു. റിയൽമി 12 Pro. അതെ, റിയൽമി 12 Pro സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ എക്സാക്ട്ലി സെയിം ആണ്. 6.7 ഇഞ്ചിൻ്റെ AMOLED Full HD+ കർവ്ഡ് ഡിസ്പ്ലേ, 10-bit 950 nits എല്ലാം സെയിം. ഈവൻ ഡിമ്മിങ്ങും ഉണ്ട് കേട്ടോ, 2160 Hz PWM ഡിമ്മിങ്ങും ഉണ്ട്. ഡിസ്പ്ലേ ഫൈൻ, ഡിസൈൻ മറ്റേ വാച്ച് ഡിസൈൻ തന്നെ, അത്രേ ഉള്ളൂ. ചിപ്സെറ്റ് ഇവിടെ വളരെ വളരെ അതിശയിപ്പിക്കുന്ന ചിപ്സെറ്റ് ആയിരുന്നു. സ്നാപ്ഡ്രാഗൺ 6 Gen 1. ഈ ഒരു ചിപ്സെറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് ഒരു 22,000 രൂപയ്ക്കുള്ളിൽ ഈ ഫോൺ വരുമെന്ന്, ഞാൻ പൊളിക്കൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. തകർന്നു. ഇനി സ്നാപ്ഡ്രാഗൺ 6 Gen 1 നമുക്ക് വെറൈറ്റി വീഡിയോ ഒരെണ്ണം ഇറക്കാം. അതിന് വേണ്ടി തന്നെ ഒരു കമ്പാരിസൺ വീഡിയോ ഇറക്കാം. ചിപ്സെറ്റ് വീഡിയോ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. 6 Gen 1 പറ്റി പറയുന്നത്, ഇതിനകത്ത് നമുക്ക് 4 2.2 GHz Cortex A78 4 1.8 GHz Cortex A55 ആണ്. സോ നിങ്ങൾ ചെറുതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യം, സ്നാപ്ഡ്രാഗൺ 778G അനിയനാണ് സ്നാപ്ഡ്രാഗൺ 6 Gen 1. 778G അനിയൻ. സോ ബേസിക്കലി ഇവരെല്ലാം ഒരേ രീതിയിലൊക്കെ പെർഫോമൻസ് ചെയ്ത് നിൽക്കുന്നവരാണ്. 695 ബെറ്റർ ആണ്, കാരണം 2 കോർ എക്സ്ട്രാ ഉണ്ട്. എന്നാൽ 778G താഴെയാണ്, ഒരു മിഡിലുള്ള പ്രൊസസ്സറാണ്. സോ പ്രൈസുമായിട്ട് മാച്ച് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 778G പ്ലസും 7200 അൾട്രയും അവിടെ ഉണ്ട്. മാച്ച് ചെയ്യത്തില്ല, അതാണ് പ്രശ്നം. 22,000 21,000 രൂപയൊക്കെ ആണെങ്കിൽ പിന്നെ ഡിമെൻസിറ്റി 7050 ബെറ്റർ ആയിരിക്കും. ആ ഒരു കേസ് കെട്ട് വെച്ച് നോക്കിയാലും 23ക്ക് നമുക്ക് IQ C7 Pro ഡിമെൻസിറ്റി 7200 ഉണ്ട്, വേ ബെറ്റർ ആണ്. അതാണ് പ്രശ്നം. സോ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഈവൻ 26,000 OnePlus Nord C3 782G ആണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ പ്രൈസും വെർത്തല്ല. ഈ ഒരു ചിപ്സെറ്റിന്റെ പ്രൈസ് ഇതല്ല, ഇത് 22, 23 അതാണ് വെക്കേണ്ടത്. കേർവ്ഡ് വെച്ചതുകൊണ്ട് ഇതെല്ലാം വെക്കണോ എന്നുള്ള ഒരു സെറ്റപ്പ് ആണെങ്കിൽ എനിക്കറിയില്ല. ക്യാമറയിലേക്ക് നോക്കി കഴിഞ്ഞാൽ 50 MP IMX882 സെൻസറാണ് വിത്ത് OS, 8 MP അൾട്രാ വൈഡും 32 MP സോണിയുടെ തന്നെ IMX709 ഫോട്ടോ ലെൻസ് ആണ്, 2x സൂം ഉണ്ട്. സോ രണ്ട് ഫോണിലും പെരിസ്കോപ്പ് ഉണ്ട്. പെരിസ്കോപ്പ് ലെൻസ് വെച്ച ഫോൺ അല്ലെങ്കിൽ പെരിസ്കോപ്പ് ഇല്ല, ഫ്ലാഗ്ഷിപ്പ് ഇല്ലെന്നാണ് ഇവർ തള്ളിയത്. കൂടാതെ തന്നെ അതിനകത്ത് LPDDR4X കൊണ്ട് വെച്ചേക്കുവാണ്, അത് ഫ്ലാഗ്ഷിപ്പിലുള്ളതായിരിക്കും. ഇനി അതിനേലും വലിയ കോമഡി, ഇവരുടെ ലോഞ്ച് ഇവന്റിനകത്ത് 12 Pro Plusനെ കമ്പയർ ചെയ്യുന്നത് iPhone 15 Pro Maxും സാംസങ് ഗാലക്സി S23 അൾട്രയൊക്കെയാണ്, സോറി S24 അൾട്രയൊക്കെ ആയിട്ടാണ്. ഞാൻ കാര്യമായിട്ട് ആലോചിക്കുക, തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം ഇത് ഏത് ഫോൺ, ഇത് ഏത് പ്രൈസ്, ഇത് ഏത് ഫോൺ? ഇത് 33,000 പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ അത് 1,30,000 രൂപയുടെ ഫോണിന്റെ വാല്യൂ കമ്പയർ ചെയ്യാൻ തുല്യമാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 65,000 രൂപയുടെ OnePlus S24 അൾട്ര ആയിട്ട് കമ്പയർ ചെയ്യുന്നത് തെറ്റില്ല ഞാൻ നോക്കിയിട്ട്. കാരണം അത് അത്രയും പ്രൈസ് ഡിഫറൻസ് ആണെങ്കിലും സ്പെസിഫിക്കേഷൻ വെച്ച് മറ്റേന് പ്രീമിയം ഈടാക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ എവിടെ ലോജിക്കുള്ളേ? പെരിസ്കോപ്പ് വെച്ചാൽ ഫ്ലാഗ്ഷിപ്പായിട്ട് കമ്പയർ ചെയ്യാവോ? അവരുടെ പ്രോസസ്സിങ്, അവരുടെ ചിപ്സെറ്റ് ഇതിനൊന്നും മാനിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതിലും ഭേദം മാധവണ്ണനായിരുന്നു.
ഒരു പരിധി വരെ ഞാൻ നോക്കിയിട്ട് ഇത്രയ്ക്കും തള്ളില്ല, ഇത് അൾട്രാ തള്ളാണ്. അപ്പോൾ പലരും വിചാരിക്കും ഞാൻ റിയൽമി ഹേറ്ററാണ്, 4 വർഷം റിയൽമിയുടെ ഫോൺ യൂസ് ചെയ്തതാണ് ഞാൻ. അപ്പം ഹേറ്ററാണോ ഫാനാണോ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. ആക്ച്വലി ഞാൻ ഒരു ബ്രാൻഡിൻ്റെ ഫാനല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് ഈ പറഞ്ഞ ഞാൻ 4 വർഷം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കൂറ് വേണേൽ പുലർത്താം, നല്ല ഫോണാണ് നല്ല ബ്രാൻഡാന്ന് പറയും, ഞാൻ പറയത്തില്ല. ഇതാണ് അവസ്ഥ. കമ്പയർ ചെയ്തേക്കുന്ന കമ്പനി ഐഫോണും സാംസങ്ങും സുഖം. എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റേ വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ട്, മറ്റേതിനകത്തുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, ഇവിടെ IP65 ഉണ്ട്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ് ആണ്, Wi-Fi 6 ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ്, ആൻഡ്രോയിഡ് 14 റിയൽമി UI 5 ആണ്. സോ എക്സ്ട്രാ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. രണ്ട് ഫോണിലും 5000 mAh ബാറ്ററി 67 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ഇനി റിയൽമി 12 പ്രോന്റെ 8GB 128GB പ്രൈസ് 25,999 ആണ്, 8GB 256GB പ്രൈസ് ആണ് 26,999. ഇവിടെ കർവ്ഡ് ഡിസ്പ്ലേ പെരിസ്കോപ്പ് ലെൻസ് 6 Gen 1 ചിപ്സെറ്റ് ഇതെല്ലാം കൂടെ ചേർത്താൽ 26,000 രൂപ വരും. പാരലി IMX 890 സെൻസർ 782G ചിപ്സെറ്റ് ഫ്ലാറ്റ് ഡിസ്പ്ലേ വെച്ച് OnePlus Nord C3 26,000 ആണ്. കേർവ്ഡ് ഇല്ലെന്നേ ഉള്ളൂ. കേർവ്ഡ് ആക്ച്വലി എല്ലാവരും നല്ലതാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ കേർവ്ഡ് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ് കൂടുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഡിസ്പ്ലേ കോസ്റ്റ് ഓക്കെ ഫൈൻ, ഞാൻ അംഗീകരിക്കുന്നു, ഏറെക്കുറെ സിമിലർ ആണെന്ന് കുറേ പേര് വാദം പറഞ്ഞായിരുന്നു, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുതലാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ കേർവ്ഡ് വെച്ചപ്പോൾ തന്നെ 26,000. OnePlus Nord C3 ഫ്ലാറ്റ് ആണ്, ബാക്കി സിമിലർ ഫീച്ചേഴ്സ് ആണ്, ശരി IP റേറ്റിംഗ് ഒന്നുമില്ല, പക്ഷെ എന്നാലും അതിന്റെ പ്രൈസ് 26 ആണ്. 782 6 Gen 1 ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെയാണ് എനിക്ക് LPDDR5 ആണ് അവിടെ. സോ എന്നാലും തമ്മിൽ എങ്ങനെ മാച്ചാകുന്നത് എനിക്കറിയത്തില്ല. സോ ഇതാണ് റിയാലിറ്റി. കർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ പുതിയ പരിപാടി കൊണ്ടുവന്നു, ഈ പറഞ്ഞ ടെലിഫോട്ടോ കൊണ്ടുവന്നു. റെഡ്മിക്ക് ഇതേപോലെ തന്നെ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന രീതിയിൽ IP റേറ്റിംഗ് കൊണ്ടുവന്നു, കർവ്ഡ് ഡിസ്പ്ലേ കൊണ്ടുവന്നു, 200 മെഗാപിക്സൽ തള്ളി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ട പ്രൈസ് 25,000 ആണ്. അപ്പോൾ 20,000 താഴെ ഒരു മാർക്കറ്റ് ഇല്ലേ? ഇതാണ് ചോദ്യം. അതായിരുന്നു ഞാൻ ഉറ്റു നോക്കിക്കൊണ്ടിരുന്ന മാർക്കറ്റ്. ആ മാർക്കറ്റ് കത്തിപ്പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. എനിവേ ഈ പ്രൈസും ഞാൻ യോജിക്കുന്നില്ല. ഈ ഒരു ഫോൺ ഐഡിയൽ എന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ പ്രൈസ് ഒരു 23-22 ഒക്കെ ആണെങ്കിൽ ഓക്കെ, അടിപൊളിയായിരുന്നു, റെക്കമെൻഡ് ചെയ്യായിരുന്നു. ഇനി മറ്റേ 12 Pro Plus ഒരു 24,999 ആയിരുന്നെങ്കിൽ അടിപൊളി. 24,999 25,000 ഓക്കെ ഫൈൻ, അടിപൊളി ഡീലായിരിക്കും. കാരണം ആ ഒരു പ്രൈസിൽ അത്രയും മാച്ച് ചെയ്യുന്ന സാധനം ഇല്ല. പക്ഷെ ഇതിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിലല്ല. എനിവേ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കുറേ പേർക്ക് ചിലപ്പോൾ എതിർ അഭിപ്രായം ഉണ്ട്. ചിലവർ പറയും നീ ഒന്ന് സ്വന്തമായിട്ട് ബ്രാൻഡ് തുടങ്ങണമെന്ന് പറയും. $3 ബില്യൺ ഞാൻ സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ എൻ്റെ ബ്രാൻഡ് ഞാൻ ഇറക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ. പിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കാരണം കുറേ നാൾക്ക് മുമ്പ് 9 Pro Plusഉം ഈ 8 Proയും ഇതൊക്കെ കണ്ടതുകൊണ്ടാണ്, ഇതിൻ്റെയൊക്കെ പ്രൈസ് കണ്ടതുകൊണ്ടാണ് നമുക്ക് സങ്കടം വരുന്നത്. പിന്നെ എൻ്റെ കാശല്ല നിങ്ങളുടെ കാശാണ്, ജസ്റ്റ് സജഷൻ മാത്രം, അത്രേ ഉള്ളൂ. എൻ്റെ ഫോണില്ല, അത് ശരിയാണ്. സോ സ്വീകരിക്കാം അല്ലെങ്കിൽ തിരസ്കരിക്കാം. എനിവേ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും